ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഓപ്പൺ വീനെക്ക് കോളറാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ നെക്കിന് ആ പേര് തന്നെയാണ് പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കണ്ടപ്പോൾ ആ പേര് പറയാനാണ് തോന്നിയത്. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് 6 പാനലായിട്ടുള്ള ഒരു കുർത്തിയിലാണ്. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ഇതിൽ നെക്ക് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഓൾറെഡി ഞാൻ പാനൽസൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നെക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിവിടെ നോർമലായിട്ട് മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡറും ആംഹോളും ഒക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു നെക്കിന് ഞാൻ ചെയ്ത് മാറ്റം എന്ന് വെച്ചാൽ ഫ്രണ്ട് ആംഹോള് കുഴിച്ച് വെട്ടുന്ന വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഈ ഒരു നെക്ക് ചെയ്തെടുക്കുമ്പം നമ്മൾ ഫ്രണ്ട് ആംഹോൾ കുറച്ചധികം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അതേപോലെ ഷോൾഡർ സ്ലോപ്പ് അരയിഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നെക്കിൻ്റെ കട്ടിങ്ങൊക്കെ വരുന്നത് ക്യാൻവാസിലാണ്. അപ്പോൾ തുണിയിൽ വെട്ടുന്ന സമയത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല. ബാക്കി ഷോൾഡർ ആംഹോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് ആംഹോളും കുഴിച്ച് വെട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ക്യാൻവാസ് എടുക്കാം. അപ്പോൾ ഇതാ ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 5 ഇഞ്ചും ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചും ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 3/4 ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഒരു 2.25 മതിയാവുമായിരുന്നു. കുറച്ചിങ്ങനെ കുടുങ്ങിയിട്ട് നിൽക്കുന്നതായിരുന്നു ഈ കഴുത്തിൻ്റെ ഭംഗി. ഞാനിത് ആദ്യമായിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നാമത് വീനെക്ക് അധികം ഇഷ്ടമല്ല ടൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ നെക്ക് വിഡ്ത്ത് കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി പിന്നെ. അപ്പോൾ നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 2.25 മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം താഴത്തേക്ക് അരയിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് ആ അരയിഞ്ച് മാർക്ക് ചെയ്തെന്ന് താഴത്തേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ 7 ഇഞ്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു പോയിന്റ് ഇങ്ങനെ ജസ്റ്റ് ഒറ്റൊരു വര പോയിന്റ് മാത്രം മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതും ജസ്റ്റ് ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഇതെന്ന് വെച്ച് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് താഴെ ഭാഗം ഒരു എന്താ പറയുക ഒരു ചെറിയൊരു സ്ക്വയർ പോലെയാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തേക്ക് ആ ഒരു വി നെക്ക് മാത്രം നമ്മൾ വി കോർണറായിട്ട് കട്ട് ചെയ്യില്ലേ അതുപോലെ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇതിപ്പം കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ലേ അവിടെ നിന്ന് ആ ഒരു കട്ടിങ് പോവാണ്ട് നേരെ മുകളിൽ നിന്ന് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയൊരു വി പോലെ. ഇപ്പം ഞാനിതിപ്പോൾ സ്ക്വയർ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന കണക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ആ അരയിഞ്ച് മാർക്ക് ചെയ്തതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ കട്ടിങ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു എക്സ്ട്രാ വന്ന ആ ക്യാൻവാസില്ലേ അതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ റൗണ്ട് ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്. അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വന്നിട്ടുള്ളത്. ആ ഒരു നടുക്ക് കൊടുത്ത ഒരു ഗ്യാപ്പ് അത്ര കൊടുക്കണമെന്നില്ല. പിന്നെ ആ ഒരു താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ കോണായിട്ട് പോകുന്നത് തന്നെയാണേ ഭംഗി. ഇനി ഈ ഒരു നെക്ക് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഞാൻ സെയിം ഫാബ്രിക് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. നെക്കിന് വേറെ ഒരു ഡിസൈനും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പക്ഷെ ഞാൻ വേറൊരു പീസ് തുണിയൊന്നും എടുത്തിട്ടില്ല. സെയിം ഫാബ്രിക് തന്നെ എടുത്തിട്ട് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഉൾവശത്തേക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഗ്ലേസിങ് വരുന്ന ഭാഗം ഉണ്ടാവും. ആ ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അയൺ ബോക്സ് വെച്ചിട്ട് ചൂടാക്കി അയൺ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ക്യാൻവാസിൻ്റെ 3 സൈഡിലും കുറച്ച് തയ്യൽ തുമ്പ് മാത്രം വിട്ടിട്ട് ബാക്കി എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ നമ്മൾ ഇട്ട് കൊടുത്ത തയ്യൽ തുമ്പ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ടോപ്പ് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തേക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാൻവാസ് വെച്ച് കൊടുക്കുക.
അതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് പിന്ന് കുത്തിയെടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്ന് കുത്തിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ നെക്ക് ചെരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്ന് കുത്തിയെടുത്തതിന് ശേഷം ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ക്യാൻവാസിൽ കയറാണ്ട് ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ബോക്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എക്സ്ട്രാ വരുന്ന ഫാബ്രിക്കൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം കോർണേഴ്സിലൊക്കെ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുന്ന സമയത്ത് ആ മുകളിലുള്ള കോർണേഴ്സൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ തിരിച്ചെടുക്കാൻ നോക്കുക. അതിന് കൂർത്തി എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് മറിച്ചെടുത്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് ആ കോർണേഴ്സൊക്കെ ഷാർപ്പായിട്ട് കിട്ടും. ശരിക്കും ഈ നെക്ക് ചെയ്തെടുക്കാൻ ഒരു പണിയില്ല. നമ്മൾ ചെയ്യുന്ന കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കറക്റ്റായിട്ട് ചെയ്താൽ നല്ല ഭംഗിയിൽ കിട്ടുന്ന ഒരു നെക്ക് തന്നെയാണ് ഇത്. ഞാൻ ചെയ്തെടുത്തപ്പോൾ കുറച്ച് നെക്ക് വിട്ട് അധികമായി പോയത് കൊണ്ട് എനിക്ക് ഫൈനൽ ലുക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷേ ഒരു 90% എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ടെടുത്തതിന് ശേഷം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതാ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ആ ഒരു സ്ക്വയർ പോലെ കൊടുത്തത് കൊണ്ടാണ് ആ ഒരു സെൻറ്റർ പോർഷനിൽ എനിക്ക് അത്രയും ഒരു വീതി കിട്ടിയത്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒന്ന് പിന്നെ ആ ഒരു ഓപ്പൺ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് അത് നിന്നോളും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു പോയിന്റ് വരുന്ന കോളറിൻ്റെ പോയിന്റ് വരുന്ന ആ ഭാഗത്ത് ചെറിയൊരു തുന്നലിട്ട് കൊടുത്താൽ അത് പിന്നെ അവിടെ അനങ്ങാണ്ട് നിന്നോളും. ഇനിയിപ്പോൾ ഞാനിത് ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് ബീഡ്സൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബീഡ്സും വെച്ചിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഒരു ലോങ് പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് 6 പാനലായിട്ടാണ് ഈ ഒരു കുർത്തി ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് നോർമൽ റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് കുറച്ച് ഇറക്കി ചെയ്തതുകൊണ്ട് നെക്ക് കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വലിയ ബോറില്ലാന്ന് തോന്നുന്നു. എനിക്ക് വലിയ തരക്കേടില്ലാണ്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു നെക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം കുറേ നാളായിട്ട് ഇതുപോലെ നെക്ക് വിട്ട് കൂടിയ ഡ്രസ്സ് ഇടാത്തത് കൊണ്ട് അപ്പോൾ നെക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അപാകത തോന്നുന്നുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഇട്ടിട്ട് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്ത കമ്മലാണ്, അതാണ് ഞാൻ ഇത്തിരി ഷോ കാണിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നിട്ടില്ലല്ലോ അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.